ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള മംഗളം എന്ന് പറയുന്നൊരു റെസ്റ്റോറൻ്റാണ്. താഴെ ബേക്കറിയും മുകളിൽ റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ സൂപ്പർ ഭക്ഷണമാണ്. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ആയിരിക്കാന്ന് ചിട്ടി അടിച്ചത് അവരെ വകയാണ് പാർട്ടി. അപ്പോൾ എല്ലാവരും ഇവിടത്തേക്കാണ് വരാൻ പറഞ്ഞത്. ശരിക്ക് 3 മണിക്കാണ് എത്താൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇവിടെ തണുപ്പായ കാരണമില്ലേ, കുറച്ചൊരു പെട്ടെന്ന് രാത്രിയാകുന്ന പോലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉൾവശലൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാന്നറിയാം, ഇതിലും നല്ല ഇതിൽ എല്ലാവരും പോയി ഭക്ഷണം കഴിക്കുന്നതാണ്. അതൊന്നല്ല കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു മാസത്തിലൊരു തവണ ഒറ്റക്ക് പുറത്തിറങ്ങി നമ്മളെ ഫ്രണ്ട്സുമായി ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, ഒരുപാട് സന്തോഷിക്കുക, അതെല്ലാമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളില്ലവർ അങ്ങനെ എൻജോയ് ചെയ്യുക എന്നുള്ളത് പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ, സന്തോഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതിനെല്ലാം ഒരു സൊല്യൂഷൻ ഇതാന്ന് പറയാം. അപ്പം ഞാൻ എങ്ങനെയാണ് എന്നെ സന്തോഷിക്കുന്നത് വെച്ചാൽ, എനിക്ക് ഇവിടുത്തെ ആ ഒരു ഇങ്ങനെ ഒരു പാട്ടില്ലേ, ഇങ്ങനെ മെല്ലെ ഒരു പാട്ട്, പിന്നെ നല്ല ചൂട് ഭക്ഷണം നമ്മളെന്നാ ഓർഡർ ചെയ്യുന്നത് അത് വാങ്ങി കഴിക്കുന്നു. അങ്ങനെ എപ്പം വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുന്നില്ലേ. അപ്പോൾ അതിനൊരു വെറൈറ്റി. ഇത് ചോളത്തിൻ്റെയാണ്, ഞാൻ ആദ്യമായിട്ട് കഴിച്ചതാണ്. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം സൂപ്പാണ്. അപ്പോൾ ഞാൻ സൂപ്പ് വാങ്ങിയ സൂപ്പിനേക്കാളും എനിക്ക് അതിൻ്റെ കപ്പും അതാണ് ഇഷ്ടപ്പെട്ടത്, സ്പൂണും അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ സൂപ്പ് വാങ്ങി കഴിച്ചു. അങ്ങനെ അപ്പം ഞാനെന്താ പറയുന്നത് വെച്ചാൽ, ഇത്രയേ ഉള്ളൂ. നമുക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസത്തിലൊരു തവണ ഒന്ന് പുറത്തെല്ലാം പോയി കറങ്ങി അടിച്ച് വരിക. അതൊരു രസമല്ലേ. ആ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാകണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ വെവ്വേറെ ഓരോ മാസം പോകുമ്പോൾ വേറെ സാധനങ്ങളാണ് ഓർഡർ ചെയ്യുക. ഇതെന്നാ സ്പ്രിങ് റോളും ആ ചട്നി സൂപ്പർ ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് ചട്നിയെ. അങ്ങനെ അതിൻ്റെ പാത്രത്തിൻ്റെ ഭംഗി നോക്കറ. ഞാനൊക്കെ ഇങ്ങനെ ഈ പാത്രങ്ങളെല്ലാം കാണാനാണ് ഇഷ്ടം. പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് വന്നവരാണെങ്കിൽ അവർക്ക് മറ്റേ വെജ് താലിയ വാങ്ങി, അത് ഒരു താലി വാങ്ങിയാൽ തന്നെ രണ്ടാൾക്ക് നല്ലോണം കഴിക്കാനുണ്ട്. അത്രയും നല്ല ഇത്. റേറ്റൊക്കെ നല്ലോണം ഉണ്ടാവും. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഹോട്ടലെല്ലാം റേറ്റൊക്കെ കൂടുതലായിരിക്കും, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്ത്, പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടലിൻ്റെ. അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് വീഡിയോ എടുത്ത്, അങ്ങനെ അത്രയും സമയം ഉണ്ടായല്ലോ. പക്ഷേങ്കിൽ നല്ല സന്തോഷത്തോടെ പിന്നെ വീട്ടിലേക്ക് വരുവ ഇത്. പിന്നെ കോഫിയെല്ലാം കുടിക്കുന്നവർ വൈകുന്നേരം ആയതുകൊണ്ട് ഒരാളെല്ലാം കോഫി കുടിച്ചു. ഞാൻ സൂപ്പ് കുടിച്ച കാരണം എനിക്ക് പിന്നെ അതിൻ്റെ മുകളിൽ കോഫി കുടിക്കുന്നതിനോട് അത്ര ഇഷ്ടമുണ്ടായിട്ടില്ല. പിന്നെ മഞ്ചൂരിയനും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മഞ്ചൂരിയൻ കഴിച്ചത് പറയണ്ടേ, സൂപ്പ്, മഞ്ചൂരിയൻ, സ്പ്രിങ് റോള്, അതൊക്കെ കഴിച്ചത്. വേറെ എന്നാ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇവിടുന്ന് സൺഡേ ആയതുകൊണ്ടില്ലേ ഭക്ഷണം കഴിച്ചിട്ടേ പോയി, അതുകൊണ്ട് എനിക്കധികം കഴിക്കാൻ പറ്റിയില്ല. എന്നാലും നല്ലോണം കഴിച്ചു. അങ്ങനെ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെയെല്ലാം ഇത് നല്ലതല്ലേ. ഫാമിലിയായിട്ട് പോകുന്നുണ്ട്, അതും നല്ല തന്നെ. പക്ഷേങ്കിൽ ഒറ്റക്കായാലും നമ്മളെപ്പോഴും അങ്ങനെയൊക്കെ പുറത്ത് പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒരു രസമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും അവരെ കൂട്ടുകാരുമൊത്ത് ഒരു മാസത്തിലൊരു തവണ പോകാൻ തോന്നിയാൽ, അവർക്കൊരു സന്തോഷം കിട്ടാൻ തോന്നിയാൽ നല്ലതല്ലേ. അതുകൊണ്ടാണ് ഏട്ടനി. ഓക്കെ, താങ്ക് യു.